ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീല വസന്തത്തിന്റെ കാഴ്ചകളാണ്. മേട്ടുകുറിഞ്ഞി പൂവിട്ടു തുടങ്ങി. മേട്ടുകുറിഞ്ഞിക്കാലത്തിന് മലനിര വീണ്ടും ഒരുങ്ങുമ്പോൾ മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതയ്ക്കും ഇത് വലിയ മുതൽക്കൂട്ടാകും. കുറിഞ്ഞിപ്പൂക്കൾ തേടി ആളുകൾ കല്യാണത്തണ്ട് മലനിരകളിലേക്ക് എത്തിത്തുടങ്ങി. കാലാവസ്ഥ മാറി മഴ കുറഞ്ഞെങ്കിലും കല്യാണത്തണ്ടിൽ ഇത്തവണയും നീലവസന്തത്തിന്റെ വരവറിയിച്ച് മെട്ടുകുറിഞ്ഞി എന്ന് വിളിപ്പേരുള്ള പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. നീല പർപ്പിൾ പൂക്കൾ ഇടകലർന്നാണ് വിരിഞ്ഞു തുടങ്ങുക. കട്ടപ്പന നഗരത്തോട് ചേർന്നുള്ള സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടിയിലേറെ ഉയരത്തിലുള്ള കല്യാണത്തണ്ട് മലനിരകളിലാണ് നീലവസന്തം വരവറിയിച്ചത്. നിർമ്മല സിറ്റി മേഖലകളിലും വാഴവര കൗണ്ടിൽ മേഖലകളിലെ പാറയിടുക്കുകളിലും പുൽമേടുകളിലുമാണ് മെട്ടുകുറിഞ്ഞു മുട്ടിട്ടത്. വരും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന പുഷ്പങ്ങളാൽ മൂടപ്പെടും. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും ഒന്നിക്കുമ്പോൾ കല്യാണത്തണ്ടിൽ സ്വർഗപ്രതീതിയാകും കാഴ്ചക്കാർക്ക് സമ്മാനിക്കുക. വാഴവര കൗന്തി മലനിരകളിലും മേട്ടുകുറിഞ്ഞികൾ പൂവിട്ടു തുടങ്ങി. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യം മേഖലയിലുള്ളതിനാൽ വിനോദസഞ്ചാരികൾക്ക് ഇങ്ങോട്ട് പോകുന്നത് അപകട ഭീഷണി ഉയർത്തും. പിന്നെ ഈ പൂത്തേക്കുന്ന നീലക്കുറിഞ്ഞല്ലോ കേട്ടോ, 2 വർഷത്തിൽ പൂക്കുന്ന കാട്ടുകുറിഞ്ഞി അല്ലെ മേട്ടുകുറിഞ്ഞാണ്. നീലക്കുറിഞ്ഞി നമുക്ക് ഇപ്പോൾ ഇത്തവണ പൂക്കാൻ സാധ്യതയുള്ള ലക്ഷ്മി ഹിൽസിലാണ്, മൂന്നാറിലെ മലനിരകളിലാണ്. എന്നിരുന്നാൽ കൂടി കാൽവരിമൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കല്യാണത്തിൻ്റെ ഈ മനോഹര വ്യൂ ഒക്കെ ഒന്ന് ഈ മേട്ടുകുറിഞ്ഞിനെ ആസ്വദിച്ച് മടങ്ങാം. കോടമഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ കല്യാണത്തണ്ടിലേക്ക് നിരവധി സഞ്ചാരികൾ എത്താറുണ്ട്. മൂന്നാർ മലനിരകളിലെ നീലക്കുറിഞ്ഞി വസന്തത്തിന് മുന്നോടിയായിട്ടാണ് കട്ടപ്പന മലനിരയിലെ മെട്ടുകുറിഞ്ഞി വിരിഞ്ഞു തുടങ്ങുക. ഓണക്കാലം എത്തുന്നതോടെ കട്ടപ്പനയിലെ മെട്ടുകുറിഞ്ഞി കാഴ്ചകൾ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവാകും. ന്യൂസ് മലയാളം, ഇടുക്കി.